മാഞ്ചസ്റ്ററിലെ ആവേശകരമായ രണ്ടാം T20യിലെ ആ അപ്രതീക്ഷിത പരാജയം മറന്ന് മൂന്നാം മത്സരത്തിൽ ഒരു ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് ടീം ഇന്ത്യ. ആരാധകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന മത്സരത്തിൽ 4 വിക്കറ്റിന്റെ തോൽവിയാണ് ശ്രേയസ് അയ്യരും സംഘവും ഏറ്റുവാങ്ങിയത്. ബാറ്റിംഗിൽ മോശമല്ലാത്ത പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചുവെങ്കിലും ബൌളിംഗിൽ നിർണായകമായ നിമിഷങ്ങളിൽ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ കഴിയാതെ പോയത് ടീമിന് വലിയ തിരിച്ചടിയായി മാറി. ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജിൽ വെച്ചാണ് പരമ്പരയിലെ അടുത്ത ആവേശകരമായ മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിൽ ഒരു മികച്ച വിജയവുമായി പരമ്പരയിൽ 1 മുതൽ 1 വരെ ഒപ്പമെത്തുക എന്നത് മാത്രമാണ് ടീം ഇന്ത്യയുടെ ഒരേയൊരു ലക്ഷ്യം. എന്നാൽ ഇംഗ്ലണ്ടിന്റെ തട്ടകത്തിൽ വെച്ച് ഇത്തരമൊരു ശക്തമായ തിരിച്ചുവരവ് സാധ്യമാക്കണമെങ്കിൽ ടീം കോമ്പിനേഷനിൽ അനിവാര്യമായ ചില മാറ്റങ്ങൾ ഇന്ത്യ വരുത്തിയേ തീരൂ. വരാനിരിക്കുന്ന നിർണായക മത്സരത്തിൽ വിജയം ഉറപ്പിക്കാൻ ഏതൊക്കെ താരങ്ങളെയാണ് പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തേണ്ടത് എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. രണ്ടാം T20യിലെ പിഴവുകൾ തിരുത്തിക്കൊണ്ട് ടീം കോമ്പിനേഷനിൽ പ്രധാനമായും 2 മാറ്റങ്ങളാണ് നാം വരുത്തേണ്ടത്. ഒന്ന് ബാറ്റിംഗ് നിരയിലാണെങ്കിൽ മറ്റൊന്ന് ബൌളിംഗ് നിരയിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശിക്കായി അവസരമൊരുക്കാൻ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും കാരണമായിരുന്നു. ടീമിന് വിജയം അനിവാര്യമായ അടുത്ത മത്സരത്തിൽ ഈ തെറ്റ് തിരുത്താൻ മാനേജ്മെന്റ് തയ്യാറാകണം. സഞ്ജുവിനെ ഉടൻ തന്നെ പ്ലേയിങ് 11-ലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം സഞ്ജുവിനായി ആരെയാണ് പുറത്തിരുത്തുക എന്നത് തന്നെയാണ്. വൈഭവ് സൂര്യവംശിയെ ഇനി തഴയാൻ കഴിയില്ല. അതുപോലെ തന്നെ മികച്ച ഫോമിലുള്ള അഭിഷേക് ശർമ്മയെയും ടീമിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല. അതിനാൽ ബാറ്റിംഗ് നിരയിൽ മറ്റൊരാളെ മാത്രമേ മാറ്റാൻ ഇന്ത്യക്ക് സാധിക്കൂ. അത് തിലക് വർമ്മയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഫിനിഷറായി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും സമീപകാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ T20യിൽ തിലക് ടീമിന് ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. രവി ശാസ്ത്രിയും ശ്രീകാന്തും ഉൾപ്പെടെയുള്ള മുൻ താരങ്ങൾ തന്നെ അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. എങ്കിലും വൈസ് ക്യാപ്റ്റൻ കൂടിയായ താരത്തെ ഇത്രയും വേഗം കൈവിടാൻ ടീം മാനേജ്മെന്റ് തയ്യാറാവുമോ എന്ന ആശങ്ക ആരാധകർക്കിടയിലുണ്ട്. സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നതിന്റെ മറ്റൊരു പ്രധാന കാരണം ബാറ്റിംഗ് നിരയിലെ ഇടംകയ്യൻ ബാറ്റർമാരുടെ അമിത സാന്നിധ്യം കുറയ്ക്കുക എന്നതാണ്. ടോപ്പ് 7-ൽ 6 പേരും ഇടംകയ്യൻ ബാറ്റർമാരാണെന്നത് എതിരാളികൾക്ക് ബൌളിംഗ് പ്ലാൻ തയ്യാറാക്കാൻ വലിയ എളുപ്പമാണ് നൽകുന്നത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മാത്രമാണ് ആ നിരയിലെ ഏക വലങ്കൈ ബാറ്റർ. അത് കഴിഞ്ഞാൽ വാലറ്റത്ത് ഹർഷിത് റാണ മാത്രമാണ് വലങ്കൈ ബാറ്റർ എന്ന നിലയിലുള്ളത്. സഞ്ജു കൂടി എത്തുമ്പോൾ ഈ അസന്തുലിതാവസ്ഥ വലിയൊരു പരിധിവരെ മാറിക്കിട്ടും. ഇനി പ്ലേയിങ് 11 എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം. അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും തന്നെയായിരിക്കണം ഓപ്പണിംഗ് ജോഡി. 3-ാമനായി സഞ്ജു സാംസൺ ഇറങ്ങണം. 4-ാമനായി ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും 5-ാമനായി ഇഷാൻ കിഷനും ബാറ്റ് ചെയ്യും. 6-ാമനായി ശിവം ദുബെയും 7-ാമനായി അക്ഷർ പട്ടേലും എത്തുമ്പോൾ 8-ാമനായി ഹർഷിത് റാണ ബാറ്റിംഗിനെത്തും. ബൌളിംഗ് നിരയിലും വലിയ മാറ്റങ്ങൾ അനിവാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ അക്ഷർ പട്ടേലിനെ കൂടാതെ വരുൺ ചക്രവർത്തിയും രവി ബിഷ്ണോയിയും സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി കളിച്ചിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിലെ സാഹചര്യത്തിൽ 3 സ്ലോ ബൌളർമാരെ കളിപ്പിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. ബിഷ്ണോയിയെ ഒഴിവാക്കി പേസർ പ്രിൻസ് യാദവിനെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരണം. അർഷ്ദീപ് സിംഗ് കൂടി ചേരുന്നതോടെ പേസ് നിരയ്ക്ക് കൂടുതൽ കരുത്ത് പകരാൻ സാധിക്കും. ട്രെന്റ് ബ്രിഡ്ജിലെ പിച്ചിൽ പേസ് ബൌളർമാർക്ക് ലഭിക്കുന്ന ആനുകൂല്യം മുതലെടുക്കാൻ ഈ മാറ്റം അത്യാവശ്യമാണ്. ഈയൊരു ടീം സന്തുലിതാവസ്ഥയിലൂടെ മാത്രമേ ഇംഗ്ലണ്ടിനെതിരെയുള്ള 3-ാം T20യിൽ ഇന്ത്യക്ക് മികച്ചൊരു വിജയം സ്വന്തമാക്കാൻ സാധിക്കൂ. സഞ്ജുവിന്റെ വരവും പേസ് നിരയിലെ മാറ്റവും ടീമിന് പുതിയൊരു ഊർജ്ജം നൽകുമെന്നുറപ്പാണ്. ആരാധകർ ആഗ്രഹിക്കുന്നതുപോലെ ഒരു ശക്തമായ തിരിച്ചുവരവ് തന്നെ ട്രെന്റ് ബ്രിഡ്ജിൽ നിന്ന് ടീം ഇന്ത്യ കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പരമ്പരയിൽ ഇനിയും ജീവൻ നിലനിർത്താൻ ഇന്ത്യക്ക് ഈ വിജയം അനിവാര്യമാണ്. പ്ലേയിങ് 11-ൽ വരുത്താൻ പോകുന്ന ഈ മാറ്റങ്ങൾ വിജയത്തിലേക്ക് വഴിയൊരുക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം. നാളെ രാത്രി ട്രെന്റ് ബ്രിഡ്ജിൽ പോരാട്ടം നടക്കുമ്പോൾ ആരാധകരുടെ കണ്ണുകളെല്ലാം സഞ്ജുവിന്റെ തിരിച്ചുവരവിലേക്കും ബൌളർമാരുടെ പ്രകടനത്തിലേക്കുമായിരിക്കും. ഈ മാറ്റങ്ങൾ കൊണ്ട് ഇന്ത്യ വിജയവഴിയിൽ തിരിച്ചെത്തുമോ അതോ പരമ്പര ഇംഗ്ലണ്ട് സ്വന്തമാക്കുമോ എന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ഈ മത്സരത്തിന് ശേഷം പരമ്പരയുടെ ഗതി തന്നെ മാറാൻ സാധ്യതയുണ്ട്. കളിയിലെ ഓരോ നിമിഷവും നിർണായകമായിരിക്കും. ബാറ്റർമാർ ഉത്തരവാദിത്തത്തോടെ കളിക്കുകയും ബൌളർമാർ കൃത്യമായ ലൈനിലും ലെങ്തിലും പന്തെറിയുകയും ചെയ്താൽ ഇംഗ്ലണ്ടിനെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. വരാനിരിക്കുന്ന ഈ മത്സരം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം തന്നെയാണ്. ടീമിന്റെ ഒത്തൊരുമയും ക്യാപ്റ്റന്റെ കൃത്യമായ തീരുമാനങ്ങളുമായിരിക്കും വിജയത്തെ നിർണ്ണയിക്കുക. നമുക്ക് കാത്തിരിക്കാം ആവേശകരമായ ആ 3-ാം T20 മത്സരം കാണാനായി. സഞ്ജു സാംസൺ പ്ലേയിങ് 11-ലേക്ക് തിരികെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ടീം മാനേജ്മെന്റ് പഴയ കോമ്പിനേഷനിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നാണോ നിങ്ങളുടെ പക്ഷം? അക്ഷറിനും വരുണിനും ഒപ്പം ബിഷ്ണോയി മതിയോ? അതോ പ്രിൻസ് യാദവിനെ പോലൊരു പേസറെയാണോ ഇന്ത്യ ഉൾപ്പെടുത്തേണ്ടത്? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.